നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറയുക, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ടോപ്പ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യണ വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇടും, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ മിക്കതും ഞാൻ കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. നമ്മൾ ഈ ഷോർട്ട് വീഡിയോ എടുക്കണ പോലെ അല്ലല്ലോ ലോങ് വീഡിയോ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറക്കും. അപ്പോൾ അത് നമ്മളല്ല ഞാൻ മറക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കതൊക്കെ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു വീഡിയോയിലും എത്രത്തോളം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പരമാവധി ഞാൻ വോയിസ് ഓവറിൽ പറയാം. അപ്പോൾ ഈ ഒരു ടോപ്പ് എന്താ പറയുക, മെറ്റീരിയൽ എനിക്ക് കട്ട് പീസായിട്ട് കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ വർക്ക് വരുന്നില്ല. കാണിച്ചാൽ ബാക്കിൽ കണ്ടോ വർക്ക് വരുന്നില്ല, ഫ്രണ്ടിൽ മാത്രമാണ് വർക്ക് വരുന്നത്. ഇതെനിക്ക് 1 മീറ്റർ കട്ട് പീസ് കിട്ടിയതാണ്. അതിന് മാച്ചായിട്ടുള്ള കട്ട് പീസ് ജോർജറ്റിൻ്റെ അവിടെ കട്ട് പീസിൽ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലൈനിങ്ങും കട്ട് പീസിൽ കിട്ടിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 200ൻ്റെ അവിടേക്കാണ് മൊത്തത്തിൽ മെറ്റീരിയൽ എടുത്തപ്പോൾ വന്നിട്ടുള്ളത്. ഒരു A-ലൈൻ ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴുത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എത്രത്തോളം വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ പരമാവധി ഞാൻ വോയിസ് ഓവറിൽ ഉൾപ്പെടുത്താം. ആദ്യമായിട്ടാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആയിട്ട് ഇടുന്നത്. ഞാൻ സ്റ്റിച്ചിങ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ക്യാൻവാസ് വെക്കാൻ പഠിച്ചത് ഇപ്പോൾ ഈ അടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ലൈനിങ് മൊത്തത്തിൽ എനിക്ക് 2 മീറ്റർ ലൈനിങ് ഉണ്ടായിരുന്നത്. ആ ലൈനിങ്ങിന് ഞാൻ 2ആയിട്ട് സെൻറ്റർ കട്ട് ചെയ്തു. അതായത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. എന്നിട്ട് ആ ഫ്രണ്ടിലത്തെ പോർഷനും ബാക്കിലത്തെ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് 2ആക്കിയിട്ട് മടക്കിയിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ അളവുകളൊക്കെ ഇടുന്നത്. പിന്നെ ഞാൻ എൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഷോൾഡറും അതുപോലെ തന്നെ കഴുത്തകല എനിക്ക് 3 വരുന്നത്. ഷോൾഡർ 2.25 പ്ലസ് 1/4 ഇഞ്ചും കൂടി കൂട്ടും. അതുപോലെ തന്നെ ചെസ്റ്റും വേസ്റ്റും പ്ലസ് തയ്യൽ തുമ്പും കൂടി ഇട്ട് നമ്മൾ അടയാളപ്പെടുത്തും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് A-ലൈൻ ടോപ്പ് ആയ കാരണം താഴെ വരെ ഒരു വര വരച്ചാൽ മതി കേട്ടോ. അതായത് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴെ വരെ ഒരു വര വരച്ചാൽ മതി. ഇത് ഒറ്റ കട്ടിങ് ആയ കാരണം എളുപ്പമാണ് A-ലൈൻ തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൈക്കുഴി ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഒരു ഇത്തിരി വ്യത്യാസത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് എത്രത്തോളം ഉണ്ടോ നമുക്ക് താഴത്തേക്ക് അത്രത്തോളം വിടുത്തെടുക്കാം. പക്ഷേ ലൈനിങ്ങിൽ വിടുത്തെടുക്കേണ്ട ആവശ്യമില്ല. ലൈനിങ്ങിൽ നമ്മൾ ഒറിജിനൽ തുണി നല്ല തുണിയൊക്കെ കുറച്ച് വിട്ട് കുറവെടുത്താൽ മതി. അതായത് താഴത്തെ തുമ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ പറയണത്. പിന്നെ കട്ടിങ്ങും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ വേസ്റ്റ് വരച്ചല്ലോ, ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മാറിയിട്ട് ഒരു കട്ടിങ്ങും ഒരു മാർക്കിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല തുണിയിൽ ഞാനിതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് വെട്ടുന്നുണ്ട്. പക്ഷെ നല്ല തുണി ലൈനിങ്ങിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കുന്നുണ്ട്. അത് താഴത്ത് കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാൻവാസിൽ കഴുത്ത് ഇതുപോലെയാണ് കേട്ടോ വരച്ചു കൊടുത്തിരിക്കുന്നത്. കഴുത്തകലും അതുപോലെ തന്നെ കഴുത്തിറക്കും വെച്ചിട്ട് ക്യാൻവാസിൽ വരച്ചു കൊടുത്തു. ക്യാൻവാസ് വെക്കാൻ ഉദ്ദേശിക്കുന്ന തുണി ഞാൻ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ കഴുത്തകലം അടയാളപ്പെടുത്തിയിട്ട് അവിടെയും 2 കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ചുറ്റോറും നമ്മൾ അടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തുണി ലൈനിങ്ങും കൂടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്യാൻവാസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച് മറക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഈ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാതെ അനിയത്തി കയറി വന്നു. അനിയത്തി അവളുടെ ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുക്കൊക്കെ പോയിട്ട് നല്ല രീതിക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവൾ കയറി വന്നു. അവളാണ് കേട്ടോ ബാക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നത്. എന്നിട്ട് നമ്മൾ കട്ടിങ്ങും മാർക്കിങ്ങും ലൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഷേപ്പ് ആക്കേണ്ടി വരില്ല. കറക്റ്റ് ആ ഒരു ലൈനിലൂടെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ A-ലൈൻ ആകുമ്പോൾ നല്ല തുണിയും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്യുക. ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് ഒരു മാർക്കിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ വരെയാണ് നല്ല തുണിയും ലൈനിങ്ങും ജോയിൻ ചെയ്യണ്ടു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഉള്ളിലത്തെ നല്ല തുണി ഇത്തിരി മാറ്റിയിട്ട് നമ്മൾ ലൈനിങ് മാത്രമാണ് കേട്ടോ ജോയിൻ ചെയ്യുക. ലൈനിങ് ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ഉള്ളിലത്തെ തുണി മറച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് വീണ്ടും ജോയിൻ ചെയ്യുന്നത്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവേണ്ടി വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്ത വീഡിയോയിൽ ശരിയാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കട്ട് പീസാണ് കിട്ടിയത്. അതുകൊണ്ട് കൈ വയ്ക്കാൻ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൈ ഞാനൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഒരു തുണി 2ആക്കിയിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ക്ലോസ് ചെയ്ത ആ ഒരു ഭാഗത്ത് നമ്മൾ കൈയിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി. എനിക്ക് ഇറക്കം അവിടെ കിട്ടില്ല കേട്ടോ, കാരണം തുണി തികയില്ല. അതിൻ്റെ കൂടെ താഴത്തേക്കും തയ്യൽ തുമ്പ് മുകളിലേക്കും തയ്യൽ തുമ്പ് ഇടണം. പക്ഷേ എനിക്കിവിടെ തുണി തികയാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. തുണി തികയാത്തതുകൊണ്ട് ഞാൻ നെറ്റിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ടാണ് കേട്ടോ താഴെ വെക്കണത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എന്തോരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.